എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും എന്നല്ല, കുറേ ആളുകൾക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടും പോകാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളുണ്ടല്ലേ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ. എന്നാൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒടുവിൽ എനിക്ക് ഒരിക്കൽ പോകാനായിട്ട് സാധിച്ചു. അതായത് UAE പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എനിക്കെന്ന് പോകാൻ പറ്റും? ഗൾഫെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ കേട്ടോ. UAE എന്ന് പറയും എങ്കിലും അവിടെ ചെന്ന ഈ എന്തെല്ലാമാണ്, അവിടുത്തെ എമിറേറ്റ്സുകൾ ഏതൊക്കെയാണ്, ഇതൊന്നും എനിക്കും അറിയില്ലായിരുന്നു. ഇവിടെ നമ്മൾ ദുബായിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അലൈൻ കേട്ടിട്ടുണ്ട്, അബുദാബി കേട്ടിട്ടുണ്ട്, ഷാർജ, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അത്യാവശ്യപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ദുബായ്ക്കാരനാണ് അല്ലെ അബുദാബിക്കാരിയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊന്നും നമുക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. മറ്റേ ഇപ്പോൾ UAE എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇതേതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് എപ്പോഴെങ്കിലും പോകാൻ സാധിക്കുമോ, ഇവിടേക്ക് ഗൾഫിലേക്ക് എനിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്തായാലും അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്കിങ്ങനെ പോകാനൊരു അവസരം കിട്ടിയതും ഞാൻ അങ്ങനെ പോയതും ഒക്കെ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് അജ്മാനാണ്. അതായത് UAEയിലെ ഒരു എമിറേറ്റ്സ് ആണ്. ഇതിന് എമിറേറ്റ്സിന് ഇപ്പോൾ എന്താ പറയുക, ജില്ലയാണോ അല്ല സംസ്ഥാനം പോലെ ആയിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ പറയാം. നമ്മുടെയൊക്കെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം പോലെ ആയിരിക്കാം എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. 7 എമിറേറ്റ്സുകളാണ് ഉള്ളത്, അതിൽ ഒന്നാണ് അജ്മാൻ. അതാണിത്. അവിടുത്തെ ഇപ്പം നിങ്ങൾ കണ്ടത് ബസ് സ്റ്റാൻഡ് മുതലുള്ള വീഡിയോസാണ് കേട്ടോ. ഞാനിതെല്ലാം പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ലായിരുന്നു. ഇതിനകത്തൊക്കെ എന്തൊക്കെയോ അവരുടേതായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുത്തത് മ്യൂസിയം കയറി. ഇതിനടുത്ത് തന്നെയുണ്ട് മ്യൂസിയം. ആ മ്യൂസിയത്തിലാണ് ഞാൻ കയറിയിരുന്നു. ഇതവരുടെ പള്ളിയോ കാര്യങ്ങളോ എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങോട്ടൊന്നും കയറാൻ പറ്റുന്നതല്ല. ശരി, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ മുന്നോട്ടുള്ള വഴികളാണ്, മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കുറേ കാര്യങ്ങളാണ്. ഇത് മ്യൂസിയത്തിൻ്റെ പരിസരമാണ് കേട്ടോ. അപ്പം മ്യൂസിയത്തിൻ്റെ അടിപൊളി ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം കൊണ്ടുവരുന്നതാണ്, അത് ഞാൻ പിന്നെ പറയാം. ഞാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നമുക്ക് നടന്നില്ലെന്ന് വരും, ചില കാര്യങ്ങൾ നമുക്ക് നടക്കും. പിന്നെ ആഗ്രഹിക്കുന്നതിന് നമുക്കൊരു മുടക്കവുമില്ല. ആഗ്രഹിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് അത്രയ്ക്ക് ഒരാഗ്രഹമുണ്ട് മനസ്സിൽ, നമുക്ക് പോകണം. ഇത് മ്യൂസിയമാണ് കേട്ടോ. പോകണം എന്ന അല്ലെ ആഗ്രഹം ഉണ്ടെങ്കിൽ, എല്ലാവർക്കും സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ പല തടസ്സങ്ങളും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഇതുവരെ ചില വലിയ തടസ്സങ്ങൾ വരാത്ത ചില കാര്യങ്ങളുണ്ട്. ഇനിയുണ്ട് കേട്ടോ ചില ആഗ്രഹങ്ങൾ, അതൊക്കെ വേറെ കൂടി വലുതാണ്, അതുകൊണ്ട് അങ്ങനെ അവിടെ വെച്ചിരിക്കുക. ഇനി ഇത് പറയാൻ്റെ ഇടയിൽ ഒരു അണ്ണാച്ചി കടയായിരുന്നു ഇത്. അവിടെ കയറി വിശന്നിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ കയറി ചോറ് കഴിച്ചു. അവരെനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു. പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്തു. വീഡിയോ എടുക്കുമ്പോഴേ അവർ ചോദിച്ചു ചാനലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സബ്ബൊക്കെ ചെയ്തു. ആരൊക്കെയോ അവരുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ടു എന്ന് പറഞ്ഞു. ആരൊക്കെയോ സബ് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെയും ഒരു കൈ വെച്ചു. അപ്പോൾ ഇങ്ങനെ പറയുക, നമ്മൾ പല കാര്യങ്ങൾ. ഇതിപ്പം എന്തൊക്കെയാണ് ഞാൻ പറയേണ്ടത്, ഇത് എന്താ പറയുക, അജ്മാനിലെ ആ പരിസരത്തുള്ള അൽസാറ മറീന എന്നാണ് ഇതിനെ പറയുന്നത്. ആ ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ ബീച്ച് ഉണ്ട്. ബീച്ചിൽ നിന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ബീച്ചാണെന്നാണ് പറഞ്ഞത്. ഇത്രയൊക്കെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. അതേക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്ത് ഞാനൊന്ന് നോക്കിയെങ്കിലും എനിക്ക് ഈ പേരുകളൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾക്ക് അങ്ങ് പോകാനുണ്ട്, ഉള്ളിലേക്ക് പോകാൻ ബസ്സിൽ കയറി നമുക്ക് ഉള്ള ഏരിയയിലേക്കൊക്കെ പോയാൽ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലവർ പറയുന്നു ഈ കാണുന്നതൊക്കെ ഉള്ളൂ, അജ്മാൻ ഉള്ളിലേക്ക് വലിയധികം ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ സൂ ഉണ്ട് ഇവിടെ. പിന്നെന്താ, പാർക്കുണ്ട്, ലേഡീസ് പാർക്കിൻ്റെ വീഡിയോ ഞാൻ ഫോട്ടോ കണ്ടു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടോ എനിക്കിവിടെ എല്ലാം പോകാൻ പറ്റത്തില്ലല്ലോ. ഒരു ദിവസം കൊണ്ട് നമ്മൾക്ക് എവിടെയൊക്കെ പോകണം. ഈ അജ്മാനിൽ പോയ ദിവസം എന്ന് പറഞ്ഞാൽ, അജ്മാനിൽ പോയി ഞാൻ നല്ലൊരു യാത്രയായിരുന്നു. പോയി അവിടുന്ന് ഞാൻ തിരിച്ച് വീണ്ടും ഷാർജയിൽ വന്ന് പിന്നെ ഞാൻ അജ്മാനിൽ പോയ ദിവസം തന്നെയാണ് നിഖിലിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പോയത്. അതൊരു വമ്പൻ യാത്രയായിരുന്നു. അതിൻ്റെ വീഡിയോസ് ലൈവൊക്കെ നിങ്ങൾ കണ്ടതാണല്ലേ. നിഖിൽ ഉമ്മൽക്കോയിലായിരുന്നു. ഞാൻ നേരത്തെ അവിടെ പോയിരുന്നതുകൊണ്ട് ആ എമിറേറ്റ്സിനെ കുറിച്ച് ഞാൻ വലിയധികം ഒന്നും അവിടെ കാണാനും ഇല്ല. അന്ന് ബീച്ചിലൊക്കെ പോയിരുന്നു, പിന്നെ അവിടുത്തെ മാളുകളിലൊക്കെ പോയിരുന്നു. അങ്ങനെ പോയതുകൊണ്ട് പിന്നെ ഞാൻ അവനെ കാണാൻ വേണ്ടി മാത്രം അവിടെ വരെ ചെന്ന്, പിന്നെ അവനെ കാണാണ്ട് പോരണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അതൊരു ഭീകര യാത്രയായിരുന്നു. അന്ന് രാത്രി 12 മണിക്ക് രാത്രിയിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ ലൈവിനകത്തൂടെ ഉണ്ട്.
അങ്ങനെയാണ് ഇന്ന് ഈ യാത്രയെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കാനുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ ഈ കാണുന്നത് ഈ ഈ മറീനയുടെ ഉള്ളിലുള്ള ഒരു കണ്ടോ ഹോട്ടലാണ് കേട്ടോ. ഇതൊരു കപ്പലല്ലേ ഇത്? അതെ, കപ്പലാണോ? അപ്പോൾ എന്തായാലും അതിനകത്ത് ഹോട്ടലാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ നമുക്ക് കയറാനായിട്ട് പറ്റിയ സ്ഥലമല്ല. നമുക്കത്ര പറ്റത്തില്ല. എന്ന് വെച്ചാൽ കാശ് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് ചുരുക്കം. നമ്മൾ സാധാ തട്ടുകടയിൽ നിന്നും ചെറിയ കടയിൽ നിന്നൊക്കെ കഴിച്ച് വെച്ചിട്ട് പോന്നു. അജ്മാൻ ഫ്രീ സോൺ അതാണ് ഇവിടെ കാണുന്നുണ്ടോ. ഞാൻ തിരിച്ചു പോകുമ്പോഴാണ് ഒരു സൈഡിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു സൈഡിൽ എടുത്തിട്ട് പോകുന്നു കുറേയൊക്കെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല വെയിലുമായിരുന്നു കേട്ടോ. തിരിച്ചു പോകുമ്പോൾ കുറച്ചങ്ങ് സന്ധ്യ മയങ്ങിയ നേരമാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആകാശവും അവിടുത്തെ പരിസരമൊക്കെ കൂട്ടിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടങ്ങ് പോയി. ഇത് പൊതുവിൽ അന്ന് നാഷണൽ ഡേയുടെ ദിവസമാണ് കേട്ടോ. അതാ ഇപ്പോൾ ഈ കാറൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല രസമില്ലേ കാണാൻ. നാഷണൽ ഡേ ആയിരുന്നു അന്നാണ് എൻ്റെ കറക്കം. ആ ദിവസങ്ങളാണ് എൻ്റെ കറക്കം. അങ്ങനെ എപ്പോഴും അതെ, 3-4 ദിവസം അവധിയാണ്. ആ ദിവസങ്ങളിലാണ് ഞാൻ എപ്പോഴും തന്നെ ഷാർജയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. മുമ്പ് എൻ്റെ ആങ്ങളയുടെ മോൾ അവിടെ ഉണ്ടായിരുന്നു ഷാർജയിൽ. അപ്പോൾ പിന്നെ എനിക്കൊന്നും അറിയാനില്ല, അവിടെ പോയി താമസിക്കുകയൊക്കെ ചെയ്യാം. അവരുടെ കൂടെ ഷാർജയിൽ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ഞാൻ ഒറ്റയ്ക്ക് അവരപ്പോൾ അവിടെ നിന്ന് പോയായിരുന്നു. പിന്നീട് എനിക്ക് ഒറ്റയ്ക്കുള്ള യാത്രയാണ് കേട്ടോ. ഒറ്റയ്ക്ക് എനിക്ക് യാത്ര ചെയ്യാൻ കുഴപ്പമൊന്നുമുള്ള ആളല്ല. കാണണം എന്ന് വെച്ചാൽ കാണാനായിട്ട് ഞാനങ്ങോട്ട് പോകും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുക. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതൊന്നും കാണാണ്ടിങ്ങ് തിരിച്ചു പോന്നിട്ട് എനിക്കവിടെ പോകാൻ പറ്റിയില്ലല്ലോ അങ്ങനെ ഒരു ഇച്ഛാഭംഗത്തോടെ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടി വരും. ഞാനിപ്പോൾ എനിക്കൊരു ഒരു ഇതുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഞാൻ പോയി കാണാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു എന്നെനിക്കൊരു ഒരു സന്തോഷമുണ്ട്. പോകാൻ പറ്റും, നിങ്ങൾക്കും പോകാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി അവിടോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെയുള്ള എത്രയോ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി കാണാനായിട്ട് അവസരങ്ങളുള്ളവർ പോലും പോകുന്നില്ല എന്നുള്ളതാണ്. ചിലർക്ക് അവസരങ്ങളില്ല എന്നുള്ളത് സത്യമാണ്, അതെനിക്ക് മനസ്സിലാകും. പക്ഷേ അവസരങ്ങളുള്ളവർ പോലും ഒറ്റയ്ക്ക് എങ്ങനെ പോവുക, അല്ലെങ്കിൽ എനിക്ക് മടിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട്. നമുക്ക് ഉള്ള അവസരങ്ങൾ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഞാൻ എല്ലാവരോടും പറയാണ്, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക, കാണുക, കേൾക്കുക. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ നാട്ടിലെന്ന് മാത്രമല്ല നമ്മുടെ ഈ ലോകത്ത് ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ പല പല രാജ്യങ്ങളും നല്ല നല്ല വികസനങ്ങളിലും ഒക്കെ ആക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. കാഴ്ചകൾക്ക് ഒക്കെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ പോയി കാണുക, ആസ്വദിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ, നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഞാനങ്ങനെ എൻ്റെ ജൈത്രയാത്ര തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ നിലയിലൊക്കെ ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ഇനി നാളത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ അവസ്ഥ എന്താണോ അപ്പം പോയി കാണുക, കേൾക്കുക. അങ്ങനെ നമ്മുടെ അജ്മാനിൻ്റെ ഒരു ഏകദേശ രൂപം, ടൗൺ ഏരിയ, ഇത് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഈ ടൗണിൻ്റെ ഒരു ഏകദേശ രൂപവും തൊട്ടടുത്തെന്നല്ല, കുറച്ചങ്ങ് നടക്കണം കേട്ടോ. ഒരു 2 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലുള്ള 2 കിലോമീറ്ററിന് അപ്പുറമാണ് നമ്മുടെ അജ്മാൻ ഈ പറഞ്ഞ മറീന ബീച്ചൊക്കെ കേട്ടോ. കാരണം ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്കറിയില്ലല്ലോ ഇതെന്താണ് എവിടെയാണെന്നൊന്നും. ഞാൻ ബസ് സ്റ്റാൻഡിൽ ചെന്നു. ബസ് സ്റ്റാൻഡിൽ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, മലയാളിയായിരുന്നു കേട്ടോ. പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചു ഇവിടുന്ന് നടന്നു പോയി കാണാൻ പറ്റുന്ന, അല്ലെ ഏറ്റവും വേഗത്തിൽ കാണാൻ പറ്റുന്ന സ്ഥലം എന്താണെന്നുള്ളതെന്നൊക്കെ. അപ്പോൾ ഇതാ ബസ് സ്റ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയോട് ചോദിച്ചു. പുള്ളിക്കാരത്ത് പറഞ്ഞു ഇതാ ഏറ്റവും അടുത്തുണ്ട്, ബീച്ചുണ്ട്, മ്യൂസിയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വലിയ വലിയ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങളുടെ ബസ് സ്റ്റേഷനും പരിസരങ്ങളും അജ്മാൻ ആകെ കൂടെ മുഴുവനായിട്ടല്ല, പക്ഷെ നമ്മുടെ ചുറ്റുവട്ടം എല്ലാം ഒന്ന് കാണാനായിട്ട് നിങ്ങൾക്കും സാധിച്ചു. ഇതിലൊത്തിരി സന്തോഷമുണ്ട് എനിക്ക്. അടുത്ത വീഡിയോയിൽ ഞാൻ അജ്മാൻ മ്യൂസിയം, അടിപൊളി ഒരു മ്യൂസിയമാണ്, അത് നിങ്ങൾ കാണേണ്ടതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ. സബ് ചെയ്യാൻ ആരും മറക്കല്ലേ.